കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആളെ ചേർക്കാൻ ആവേശം കാണിക്കുന്ന പാലക്കാട്ടെ പ്രിയപ്പെട്ട ശ്രീ വി.കെ. ശ്രീകണ്ഠൻ MP അറിയാൻ വേണ്ടിയാണ് താങ്കളുടെ ഇന്നലത്തെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു. CPM-ന്റെ കരുത്തനായ നേതാവായിരുന്ന മുൻ MLA P.K. ശശിയെ തൂവെള്ള ഖദർ ധരിച്ചതിൻ്റെ പേരിൽ ഗംഭീരമായി പുകഴ്ത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ വെള്ളക്കുപ്പായമണിഞ്ഞ മറ്റു നേതാക്കളെയും നിറത്തിൻ്റെ പേരിൽ അങ്ങ് അഭിമാനത്തോടെ വിവരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാവം അണികൾ CPM വിരുദ്ധതയുടെ പേരിൽ കയ്യടിക്കുന്നതും കണ്ടു. പക്ഷേ വേണമായിരുന്നോ ഈ ഒരു അഭിനിവേശം എന്നാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. പൊതുവെ കോൺഗ്രസിലെ യുവനേതൃത്വം ഖദറിനോട് വിമുഖത കാണിക്കുമ്പോൾ വിശുദ്ധിയുടെ കുപ്പായമണിഞ്ഞിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ P.K. ശശി എന്ന് താങ്കൾക്കും കൂടി തോന്നിയെങ്കിൽ താങ്കൾക്കും കൂട്ടുനിൽക്കുന്നവർക്കും എന്തോ അപകടം പറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വഴിയിൽ കിട്ടുന്ന ഏതു ചവറിനെയും CPM വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസിലേക്ക് എടുത്തു കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിലെ തന്നെ നിരവധി പേരെ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ തലങ്ങും വിലങ്ങും ചവിട്ടുമെതിച്ച് പുറത്തു നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ചരക്കിനെ കൊണ്ടുവന്ന് താങ്കൾ എന്ത് നേടാനാണ് ശ്രമിക്കുന്നത് എന്നാണ് അറിയാത്തത്. എന്ത് തെമ്മാടിത്തരവും അന്നെന്ന് തോന്നുന്ന രാഷ്ട്രീയ ലാഭത്തിൻ്റെ പേരിൽ നടത്തിക്കളയാമെന്ന് ചിന്തിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കണം. നാളെ കോൺഗ്രസിലേക്ക് വന്നാൽ ശശി ഇട്ടത് വള്ളി ട്രൗസർ അല്ല ബർമുടയാണെന്ന് പാവം കോൺഗ്രസ്സുകാരെ കൊണ്ട് ജയ് വിളിച്ച് പറയിക്കാൻ ശ്രമിക്കുകയാണ് താങ്കൾ. എന്തിൻ്റെ പേരിലാണ് CPM P.K. ശശിയെ മാറ്റി നിർത്തിയത് എന്ന് ഓർമ്മയില്ലേ? എത്ര കാലം P.K. ശശിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് ആ മഹാമനുഷ്യൻ ചെയ്ത നീച പ്രവർത്തനങ്ങളെല്ലാം കോൺഗ്രസിലേക്ക് വന്നാൽ അപ്പാടെ തീർന്നു പോകുമെന്ന് കരുതിയാൽ ഈ പാർട്ടിയുടെ ഗതി എന്താകും എന്ന് ഓർമ്മ വേണം. പാർട്ടി നേതാക്കൾ കാണിക്കേണ്ട ചില സദാചാര ബോധ്യങ്ങളില്ലേ? ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ എതിർക്കുന്ന പാർട്ടി തന്നെ അകാലത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ ഇനി സ്വർഗം തന്നെ കിട്ടിയാലും കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എത്ര മോശമായിരിക്കും. താങ്കളെപ്പോലുള്ള നേതാക്കളുടെ മനസ്സിൽ പോലും ഇത്തരക്കാരോടുള്ള നിസ്സാരത ബോധ്യപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും പുറന്തള്ളാൻ കാത്തുനിൽക്കുന്ന ഒരു വിഴുപ്പ് ഭാണ്ഡത്തെ 4 വോട്ടിന് വേണ്ടി ചുമന്നാൽ നാളെ ശ്രീകണ്ഠന്റെ ചുമലും പൊതുസമൂഹത്തിന് മുന്നിൽ നാറ്റം വമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മഹത്തായ ഒരു പ്രസ്ഥാനത്തെ കളങ്കപ്പെടുത്താനുള്ള ആവേശ പെരുമയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അന്ന് P.K. ശശിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച V.T. ബൽറാം പാലക്കാട്ടുകാരനാണ്. ആ ബൽറാമിനെ പോലെയുള്ള നേതാക്കളോടെങ്കിലും ഈ വിഷയം താങ്കൾ ചർച്ച ചെയ്യണമായിരുന്നു. പാർട്ടി കോടതി വിശുദ്ധനാക്കി കൂടെ നിർത്തിയ ഒരാളെ കൂടെ ചേർക്കുന്നത് ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിന് ഭൂഷണമല്ല. P.K. ശശിയെ കോൺഗ്രസിന് ആവശ്യമുണ്ടെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് എന്നറിയില്ല. പാലക്കാട് ജില്ലയിൽ ശശിക്കെതിരെയുള്ള കോൺഗ്രസ് വികാരം എന്താണെന്നുള്ളത് കൂടുതൽ അറിയില്ല. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർ പൊതുജനങ്ങൾ P.K. ശശിക്കെതിരാണ്. സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കേരളം ശശിയെ 100 വട്ടം തള്ളിപ്പറഞ്ഞതാണ്. അതിൻ്റെ കൂടുതൽ ചാലകശക്തിയായതും കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങളും പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളുമൊക്കെയാണ്. CPM-നെ രക്ഷിക്കാൻ വേണ്ടി ശശിയുടെ പീഡനത്തിൻ്റെ തീവ്രത കുറച്ച ബാലനെയും ശ്രീമതിയെയും വെറുതെ വിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാർ അന്ന്. അവരിൽ നിന്നും 100 ഇരട്ടി എതിരാളിയല്ലേ P.K. ശശി കോൺഗ്രസിന്. ഇപ്പോഴെന്താണ് ഈ ഒറ്റ ദിവസം കൊണ്ട് ശശിയേട്ടന് പച്ചപ്പരവതാനി വിരിക്കാൻ ശ്രീകണ്ഠനുണ്ടായ ഛേദോവികാരം എന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ ഉൾപ്പെടെയുള്ള പാലക്കാട്ട് നേതാക്കൾ സന്ദീപ് വാര്യരെ പാർട്ടിയിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ വരവും വൻ വിജയമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ആ വിജയം ശശിയുടെ വരവിലും ഉണ്ടാകുമെന്ന് കരുതണ്ട. അങ്ങനെ CPM-ൽ നിന്നും BJP-യിൽ നിന്നും നേതാക്കളെ എത്തിക്കുക വഴി പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന കാര്യം കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ മഹാസാഗരത്തിലെത്തിയാൽ എന്ത് ചെളിവെള്ളവും ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. കാരണം കൊച്ചി മാത്രമേ മാറിയിട്ടുള്ളൂ, ശശി പഴയ ശശി തന്നെയാണ്.